ഹായ് എവരി വൺ. ഇനി നമ്മൾ നോക്കുന്നത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന ആ ഒരു എസ്സേ ആണ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ബൈ ടി.എസ്. ഇലിയറ്റ്. ആദ്യം നമുക്ക് ഈ ടി.എസ്. ഇലിയറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ടി.എസ്. ഇലിയറ്റ് തോമസ് സ്റ്റേൺസ് ഇലിയറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. 26 സെപ്റ്റംബർ 1888 ടു 4th ജനുവരി 1965. 1888 സെപ്റ്റംബർ 26 മുതൽ 1965 ജനുവരി 4 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. ഈസ് എ പോയറ്റ്, എസ്സേയിസ്റ്റ്, പബ്ലിഷർ, പ്ലേ റൈറ്റ്, ലിറ്റററി ക്രിട്ടിക് ആൻഡ് എഡിറ്റർ. അദ്ദേഹം പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, പബ്ലിഷറാണ്, പ്ലേ റൈറ്റാണ്, അതുപോലെ ലിറ്റററി ക്രിട്ടിക്കാണ് ആൻഡ് ദെൻ എഡിറ്ററുമാണ്. കൺസിഡേർഡ് വൺ ഓഫ് ദി 20th century's മേജർ പോയറ്റ്സ്. അദ്ദേഹം 20ാം നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന ഒരു പോയറ്റ് ആയിരുന്നു. ഹീസ് എ സെൻട്രൽ ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് മോഡേണിസ്റ്റ് പോയട്രി. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മോഡേണിസ്റ്റ് പോയട്രിയിലെ ഒരു സെൻട്രൽ ഫിഗറും കൂടിയായിരുന്നു അദ്ദേഹം. നോട്ടബിൾ അവാർഡ്സ്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള നോട്ടബിൾ അവാർഡ്സ് ആണ് താഴെ പറയുന്നത്. ദെൻ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 1948, 1948 സാഹിത്യ നൊബേൽ പുരസ്കാരം. ദെൻ 1948 ഓർഡർ ഓഫ് മെറിറ്റ് ഇൻ 1948, 1948 ഓർഡർ ഓഫ് മെറിറ്റ്. ദെൻ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് താഴെ പറയുന്നു. ദ ലവ് സോങ് ഓഫ് ജെ. ആൽഫ്രഡ് പ്രൊഫോക്ക് 1915, ദ വേസ്റ്റ്ലാൻഡ് 1922, ഫോർ ക്വാർട്ടേഴ്സ് 1943, മർഡർ ഇൻ ദ കത്തീഡ്രൽ 1935. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ് എന്ന് പറഞ്ഞ എസ്സേയിൽ എന്താണ് പറയുന്നത് എന്നാണ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ് പബ്ലിഷ് 1919, 1919 പബ്ലിഷ് ചെയ്തത്. ദെൻ ദ എസ്സേ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 parts. 3 parts ആയിട്ട് ഈ എസ്സേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ദ കൺസെപ്ഷൻ ഓഫ് ട്രഡീഷൻ ഈസ് ഗിവൺ. ആദ്യത്തെ പാർട്ടിൽ ട്രഡീഷൻ്റെ ആ ഒരു കൺസെപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് പാർട്ട് ഡീൽസ് ദ ഇലിയറ്റ്സ് തിയറി ഓഫ് ദ ഇംപേഴ്സണാലിറ്റി ഓഫ് പോയട്രി. സെക്കൻഡ് പാർട്ടിൽ ഡീൽ ചെയ്യുന്നത് ഇംപേഴ്സണാലിറ്റി ഓഫ് പോയട്രിയാണ്. ആൻഡ് തേർഡ് പാർട്ട് സമ്മറൈസസ് ഇലിയറ്റ്സ് വ്യൂ ഗീവ്സ് ഇൻ ദ ഏർലി 2 parts. ആദ്യത്തെ 2 പാർട്സിൽ പറയുന്ന കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ പാർട്ട്. The views of Eliot on the importance of tradition and individual talents can be discussed as follows. ഇനിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്യൂസ് താഴെ പറയുന്നതാണ്. ഫസ്റ്റ് വൺ, meaning of the tradition. By tradition Eliot means the poets of the past as a whole. അപ്പോൾ ആ പാസ്റ്റിലെ പോയറ്റ്സിനെയാണ് അദ്ദേഹം ട്രഡീഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. However, Eliot has used the term in a wider sense. It means more than literary tradition. ഒരു ലിറ്റററി ട്രഡീഷനേക്കാളും കൂടുതൽ. In addition, refers social historic elements, historic, economic and cultural factors which influence poetry. അതായത് ഒരു പോയറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യലായിട്ടുള്ളതും ഹിസ്റ്റോറിക്കലായിട്ടുള്ളതും കൾച്ചറലായിട്ടുള്ളതും എക്കണോമിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ഡൈനാമിക് നേച്ചർ ഓഫ് ട്രഡീഷൻ ഡൈനാമിക് നേച്ചർ ഓഫ് ട്രഡീഷനാണ് താഴെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഇലിയറ്റ്, ട്രഡീഷൻ ഡസ് നോട്ട് മീൻസ് എ മിയർ കോപ്പി ഓഫ് റൈറ്റിംഗ് ഓഫ് ദ ജനറേഷൻ ഓഫ് ഓതേഴ്സ് ഇൻ ദ പാസ്റ്റ്. ഇലിയറ്റിന് പറയുന്നതിനനുസരിച്ച് ട്രഡീഷൻ എന്ന് പറയുന്നത് എന്തർത്ഥമാക്കുന്നില്ല, മിയർ കോപ്പി ഓഫ് റൈറ്റിംഗ് ഓഫ് ദ ജനറേഷൻ ഓഫ് ഓതേഴ്സ് ഇൻ ദ പാസ്റ്റ്. ട്രഡീഷൻ cannot be inherited but obtained by hard work. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ല. അത് എന്താണ്, നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദോസ് ഹു ഹാവ് ദ ഹിസ്റ്റോറിക് സെൻസ്. അത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, ആരൊക്കെയാണോ ഹിസ്റ്റോറിക് സെൻസ് ഉള്ളത് അവർക്ക് മാത്രമേ അത് ഒബ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. The person who has the historic sense feels that the world literature of Europe from ancient time of the Rome to his own century forms one continuous literary tradition. ഒരാൾക്ക് ഹിസ്റ്റോറിക് സെൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തറിയാം, ഒരു യൂറോപ്പിലുള്ള എല്ലാ ലിറ്ററേച്ചറും അറിയാം. ഫ്രം ഏത് മുതൽ, ആൻഷ്യൻ ടൈം ഓഫ് റോം ടു ഹിസ് ഓൺ സെഞ്ചുറി. ആ ആൻഷ്യൻ ടൈം മുതൽ അവരുടെ സെഞ്ചുറി വരെ. He is conscious of the relation with these writers of the past. ഈ റൈറ്റേഴ്സും പാസ്റ്റിലെ റൈറ്റേഴ്സും തമ്മിൽ റിലേഷൻഷിപ്പിന് എന്താണെന്ന് അവർക്ക് അറിയും. ഇലിയറ്റ്സ് കൺസെപ്ഷൻ ഓഫ് ട്രഡീഷൻ ഈസ് ഡൈനാമിക് നോട്ട് സ്റ്റാറ്റിക്. ഇലിയറ്റിൻ്റെ കൺസെപ്റ്റിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അല്ലാതെ അത് സ്റ്റാറ്റിക് അല്ല. ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നെവർ ഫിക്സ് ബട്ട് ചേഞ്ചസ് കോൺസ്റ്റൻ്റ്ലി. അങ്ങനെ പറഞ്ഞാൽ ഈ ട്രഡീഷൻ എന്ന് പറയുന്നത് ഫിക്സ് ആയിട്ടുള്ള ഒന്ന് അല്ല,
പക്ഷേ അതെന്താണ്, അത് കാലം പോകുന്തോറും അതിനെന്ത് വരുന്നുകൊണ്ടിരിക്കും, ചേഞ്ചസ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദ റൈറ്റർ ഓർ പോയറ്റ് ഇൻ ദ പ്രസൻറ്റ് മസ്റ്റ് സീക്ക് ഗൈഡൻസ് ഫ്രം ദ പാസ്റ്റ്. ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ എഴുതുന്ന ഒരു പോയറ്റ് എങ്ങനെ ആയിരുന്നാലും ഒരു പാസ്റ്റിൽ നിന്ന് എന്ത് എടുക്കും, ഒരു ഗൈഡൻസ് എടുക്കും. ദ പാസ്റ്റ് ഗൈഡ്സ് ദ പ്രസൻറ്റ്. പാസ്റ്റാണ് എല്ലായ്പ്പോഴും പ്രസൻറ്റിനെ ഗൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ന്യൂ വർക്ക് ആൻഡ് ദ പ്രസൻറ്റ് ആൾട്ടേഴ്സ് ആൻഡ് മോഡിഫൈസ് ദ പാസ്റ്റ്. The new work and the present alters and modify the past, that is tradition. Great poets like Virgil, Dante, Shakespeare have added something to the literary tradition. The addition guided future generation of poets in writing poetry. അതായത് ട്രഡീഷൻ എന്ത് ചെയ്യും, പാസ്റ്റ് എന്ത് ചെയ്യും, പ്രസൻറ്റിനെ എല്ലാം ഇപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റ് ഗൈഡ് ചെയ്തിരിക്കും. അതായത് ഒരു പ്രസൻറ്റിലുള്ള ഒരു വർക്ക് എന്ത് ചെയ്തതായിരിക്കും, പാസ്റ്റിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. അത് പാസ്റ്റിലെ വർക്ക്സ് അതേ രീതികൾ തന്നെ ഫോളോ ചെയ്ത് എഴുതില്ല, മറിച്ച് എന്ത് ചെയ്യുക, ഓരോ റൈറ്റേഴ്സും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിർജിൽ, ഡാൻ്റെ, ഷേക്സ്പിയർ പോലെയുള്ള റൈറ്റേഴ്സ് എന്താണ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വർക്ക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ആഡഡ് സംതിങ് ടു ദ ലിറ്റററി ട്രഡീഷൻ. In addition, the addition guided future generation of poets in writing poetry. അവർ ആഡ് ചെയ്തുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ ജനറേഷനിലെ പോയിറ്റ്സിനെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. Then function of tradition, importance of both tradition and individual talent. According to Eliot, tradition has typical function. എലിയറ്റിൻ്റെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷൻ എന്തുണ്ട്, ഒരു ടിപ്പിക്കൽ ഫങ്ഷൻ ഉണ്ട്. ദ വർക്ക്സ് ഓഫ് ദ പാസ്റ്റ് ആർ ജഡ്ജ്ഡ് ബൈ ദ ന്യൂ വർക്ക്സ് ഓഫ് ആർട്ട്. ഒരു പാസ്റ്റിലൊരു വർക്ക് ഒരു പ്രസൻറ്റിലെ ഒരു ന്യൂ വർക്ക് ഓഫ് ആർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജഡ്ജ് ചെയ്യുന്നുണ്ട്. ദ പേർപ്പസ് ഈസ് നോട്ട് സീൻ വെദർ ദ ന്യൂ വർക്ക്സ് ആർ ബെറ്റർ ഓർ വേഴ്സ് ദാൻ ദ വർക്ക്സ് ഓഫ് പാസ്റ്റ്. ഇതിൻ്റെ പേർപ്പസ് ഇങ്ങനെ ഇത് ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് മോശം ഒന്ന് നല്ലത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം, മറിച്ച് എന്താണ്, ദ കമ്പാരിസൺ ഈസ് റെസിപ്രോക്കൽ. The tradition help to understand the present and the present. Individual talent throws light on the past. The past എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് പ്രസൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പ്രസൻറ്റ് എന്ത് ചെയ്യും, പാസ്റ്റിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യും. ദസ് ദ കമ്പാരിസൺ റിവീൽസ് ഇമ്പോർട്ടൻസ് ഓഫ് ബോത്ത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പോൾ ഈ കമ്പാരിസൺ കൊണ്ട് വെളിപ്പെടുന്നത് എന്താണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്റ്റ് ആയാലും പ്രസൻറ്റ് ആയാലും, അതായത് ട്രഡീഷൻ ആയാലും ഇൻഡിവിജ്വൽ ടാലൻ്റ് ആയാലും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് ആർ വാലിഡ് ആൻഡ് വാല്യബിൾ ഇൻ ദെയർ ഓൺ വേസ്. അതിൻ്റേതായ രീതിക്ക് നോക്കുമ്പം രണ്ടും വാലിഡും വാല്യബിളുമാണ്. ഹവെവർ ഇറ്റ് ഈസ് ദെയർ കോമ്പിനേഷൻ വിച്ച് ക്യാൻ ക്രിയേറ്റ് എ ഗുഡ് വർക്ക് ഓഫ് ആർട്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എന്ത് ചെയ്യുന്നത്, ഒരു നല്ലൊരു വർക്ക് ഉണ്ടാക്കുന്നത്. ഇൻഫാക്ട് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഗോ ഓർ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും എന്ത് ചെയ്യണം, ഒരുമിച്ച് പോകണം. ദെൻ സെൻസ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എലിയറ്റ് ഓൾസോ സ്പീക്സ് അബൌട്ട് ദ സെൻസ് ഓഫ് ട്രഡീഷൻ. അദ്ദേഹം സെൻസ് ഓഫ് ട്രഡീഷനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. It does not mean that the poet in the present should try to know the past as a whole. അത് ഒരിക്കലും മീൻ ചെയ്യുന്നില്ല ഒരു പോയറ്റ്, പ്രസൻറ്റിലെ ഒരു പോയറ്റ് പാസ്റ്റ് മുഴുവനായിട്ട് മനസ്സിലാക്കണം എന്നതിന് അർത്ഥമില്ല. ആക്ച്വലി ഓൺലി ദ സിഗ്നിഫിക്കൻറ്റ് ഫ്രം ഇറ്റ് ഷുഡ് ബി അക്യൂർഡ്. ദ പോയറ്റ് ഷുഡ് നോട്ട് നോ ഓൺലി ഓതേഴ്സ് whom he admires. ഒരു കവിക്ക് അദ്ദേഹം അഡ്മയർ ചെയ്യുന്ന, ആരാധിക്കുന്ന ഓതേഴ്സിനെ മാത്രമല്ല അറിയേണ്ടത്, മറിച്ച് എന്താണ്, ഓൺ ദ കോൺട്രറി ഹി ഷുഡ് നോ ഓൾ സ്മോൾ ആൻഡ് ഗ്രേറ്റ് പോയിറ്റ്സ് ഓഫ് ഓൾ ഏജസ്. മറിച്ച് അദ്ദേഹത്തിന് ചെറിയതായിട്ടും വലിയതായിട്ടും എല്ലാ പോയിറ്റ്സിനും അറിയണം, ആ ഒരു ഏജിൽ, എല്ലാ ഏജിലുള്ളതും. സിമിലർലി ഇൻ ഓർഡർ ടു നോ ദ ട്രഡീഷൻ ദ പോയറ്റ് മസ്റ്റ് ജഡ്ജ് ക്രിട്ടിക്കലി വാട്ട് ദ മെയിൻ ട്രെൻഡ്സ് ആൻഡ് വാട്ട് ആർ നോട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അറിയണം എന്താണ്, പോയറ്റ് മസ്റ്റ് ജഡ്ജ് ക്രിട്ടിക്കലായിട്ട് ജഡ്ജ് ചെയ്യുന്നത് വാട്ട് ദ മെയിൻ ട്രെൻഡ്സ് ആർ വാട്ട് ആർ നോട്ട്. ദെൻ കൺക്ലൂഷൻ വരുന്നത് ഇലിയറ്റ് ഹാസ് ഗിവൺ ഹിസ് വ്യൂസ് ഓൺ നാച്ചർ ഓഫ് ട്രഡീഷൻ ഓഫ് ദ പാസ്റ്റ് ഓതേഴ്സ് ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ പോയറ്റ്. Eliot concluded that it is the sense of tradition which is more important than the personality of an individual artist.
അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് പറയണം, പാസ്റ്റ് ഓതേഴ്സ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ പോയറ്റ്. ദെൻ ഇംപേഴ്സണാലിറ്റി ഓഫ് പോയട്രി എന്ന് പറയുന്നത്, എലിയട്ട് സേസ് ദാറ്റ് ഇൻ പോയട്രി ദ ഇമോഷൻ ഓഫ് ദ പോയറ്റ് ഈസ് നോട്ട് എസെൻഷ്യലി പ്രസൻറ്റ്. അദ്ദേഹം പറയുന്ന ഒരു കവിതയിൽ ഒരു കവിയുടെ ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്രിട്ടിസൈസസ് വേർഡ്സ്വർത്ത് വ്യൂസ് ദാറ്റ് പോയട്രി ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനേഷൻ അറിയാം. പോയട്രിയുടെ എന്താണ്, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന ആ ഒരു ഡെഫിനേഷൻ അറിയാം. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ഈ ഒരു ഇദ്ദേഹം ടി.എസ്. ഇലിയറ്റ്. ഇൻ ഫാക്ട് പോയട്രി ഈസ് നോട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. പോയട്രി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ അല്ല, പക്ഷെ എന്താണ്, ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയിൽ നിന്നൊരു രക്ഷപ്പെടലാണ്. ആർട്ട് ഓഫ് പോയട്രി ഈസ് കംപ്ലീറ്റ്ലി ഡീപേഴ്സണലൈസ്ഡ്. ഹോണസ്റ്റ് ക്രിറ്റിസം ഈസ് ഡിറക്റ്റഡ് നോട്ട് ഓൺ ദ പോയറ്റ്സ് ബട്ട് ഓൺ ദ പോയട്രി. ശരിക്കൊരു ക്രിറ്റിസം, അതായത് ആർട്ട് ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡീപേഴ്സണലൈസ്ഡ് ആയിരിക്കണം. ഹോണസ്റ്റ് ക്രിറ്റിസം, ശരിക്കും സത്യസന്ധമായ ക്രിറ്റിസം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പോയറ്റിനെ അല്ല നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. ഒരു കവിതയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, പോയട്രിയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, ഒരിക്കലും പോയറ്റിനെ അല്ല. അനലോഗി ഓഫ് എ കാറ്റലിസ്റ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അനലോഗി ഓഫ് എ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുന്നത്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇലിയറ്റ് ദെൻ എക്സ്പ്ലെയിൻസ് ദ പോയറ്റിക് പ്രോസസ് വിത്ത് അനലോഗി കമ്പാരിസൺ ഓഫ് എ കാറ്റലിസ്റ്റ്. അക്കോർഡിംഗ് ടു പോയറ്റ് മസ്റ്റ് ഇംപേഴ്സൺ ലൈക്ക്, നമുക്കറിയാം കാറ്റലിസ്റ്റ് എന്താണ്, നമ്മൾ കെമിക്കൽ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതല്ലേ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട്, പ്രോസസ്സ് പെട്ടെന്നാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദ പോയറ്റിക് പ്രോസസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കാറ്റലിറ്റിക് കെമിക്കൽ പ്രോസസ്സ്. അദ്ദേഹം പറയുന്നത് പോയറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പം ഒരു കാറ്റലിറ്റിക് കെമിക്കൽ പ്രോസസ്സ് പോലെയാണ്. ദർ ഇസ് എ ജാർ വിച്ച് കണ്ടെയ്ൻസ് ഓക്സിജൻ ആൻഡ് സൾഫർ ഡൈഓക്സൈഡ്. ഒരു ജാറിൽ ഓക്സിജനും സൾഫർ ഡൈഓക്സൈഡും ഉണ്ട്. വെൻ എ തിൻ ഫിലമെൻറ്റ് ഓഫ് പ്ലാറ്റിനം ഈസ് പുട്ട് ഇൻ ടു ദ ജാർ. അപ്പോഴാണ് നമ്മൾ ഒരു തിൻ ഫിലമെൻറ്റ്, ഒരു പ്ലാറ്റിനം തിൻ ഫിലമെൻറ്റ് നമ്മൾ ആ ജാറിലോട്ട് ഇടുന്നത്. ദ ടു ഗ്യാസസ് കമ്പൈൻ ടു ഫോം സൾഫറസ് ആസിഡ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ രണ്ട് ഗ്യാസസും കമ്പൈൻ ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ദിസ് കോമ്പിനേഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ദ പീസ് ഓഫ് പ്ലാറ്റിനം. ഈ ഒരു കോമ്പിനേഷൻ ഇത് നടക്കണമെങ്കിൽ ആ പ്ലാറ്റിനത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഹൗവർ ദ മെറ്റീരിയൽ പ്ലാറ്റിനം ഡസ് നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ഡ്യൂറിങ് ദ കെമിക്കൽ പ്രോസസ്സ്. എന്നാലോ ആ പ്ലാറ്റിനം, ആ മെറ്റലായിട്ടുള്ള പ്ലാറ്റിനത്തിന് ആ ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചേഞ്ചും പോലും ഉണ്ടാവില്ല. The combination of the gases too does not bear any trace of platinum. In the poetic process too, the poet's mind functions like a catalytic agent. ഒരു പോയറ്റിക് പ്രോസസ്സിലൊന്നും ഒരു പോയറ്റിൻ്റെ മൈൻഡ് ഒരു കാറ്റലിറ്റിക് ഏജൻറ്റ് പോലെ ആയിരിക്കണം ഫങ്ഷൻ ചെയ്യേണ്ടത്. ഇറ്റ് കമ്പൈൻസ് ദ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ടു പോയട്രി. അത് ഇമോഷൻസും എക്സ്പീരിയൻസും കമ്പൈൻ ചെയ്ത് അത് പോയട്രിയിലോട്ട് എത്തിക്കണം. ഹവർ ലൈക്ക് ദ പീസ് ഓഫ് പ്ലാറ്റിനം ഇറ്റ് റിമൈൻസ് ഫ്രീ ഫ്രം ദ ട്രേസ് ഓഫ് ദ കോമ്പിനേഷൻ. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല പ്ലാറ്റിനത്തിൻ്റെ പോലെ. ഇൻ ദ സെയിം വേ എ ന്യൂ കോമ്പിനേഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് പോയറ്റിക് മൈൻഡ്. ദെൻ പോയട്രി എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. പോയട്രി എന്ന് പറയുന്നത് എന്താണ്, എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റിയാണ്. The above discussion shows that Eliot opposes the romantic theory of poetry as self-expression. അദ്ദേഹം സെൽഫ് എക്സ്പ്രഷൻ, പോയട്രി ആസ് സെൽഫ് എക്സ്പ്രഷൻ എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അദ്ദേഹം ഓപ്പോസ് ചെയ്യുന്നുണ്ട്. ഇലിയറ്റിൻ്റെ പറയുന്ന അനുസരിച്ച് പോയട്രി ഈസ് നോട്ട് മിയർലി ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. പോയട്രി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ അല്ല ഇലിയറ്റിനെ സംബന്ധിച്ച്. ദസ് സബ്ജക്റ്റ് വൈഡ് വ്യൂ ഓഫ് പോയട്രി ഈസ് സ്ട്രെസ്ഡ് ബൈ ദ റൊമാൻറ്റിക് പോയറ്റ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ഇംപേഴ്സണാലിറ്റി ഇൻ ആർട്സ്. Eliot says poetry is not turning loose of emotion but an escape from emotion. It is not expression of personality but an escape from personality. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഈ പോയട്രി എന്ന് പറയുന്നത് എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി ആണ്. Poetic emotions are refined. Finally, Eliot says that the emotions of poet differ from the personal emotions of the poet. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പോയട്രിയിലെ ഇമോഷൻ പോയറ്റിൻ്റെ പേഴ്സണൽ ഇമോഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. The poet's personal emotions may be simple or crude. പോയറ്റിൻ്റെ പേഴ്സണൽ ഇമോഷൻസ് സിമ്പിൾ ആയിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് സിമ്പിളോ അല്ലെങ്കിൽ ക്രൂഡോ ആയിരിക്കാം. പക്ഷേ അദ്ദേഹം എഴുതുന്ന പോയട്രിയിൽ എന്ത് സംഭവിക്കാം,
ബട്ട് ദ ഇമോഷൻസ് ഓഫ് ദ പോയട്രി ആർ കോംപ്ലക്സ് ആൻഡ് റിഫൈൻഡ്. പക്ഷേ നമ്മൾ പോയട്രിയിൽ അത് എഴുതിയ പോയട്രിയിൽ കാണുന്ന ഇമോഷൻസ് കോംപ്ലക്സും റിഫൈൻഡും ആയിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ പോയറ്റ് ഷുഡ് എക്സ്പ്രസ് ഹിസ് ഓൺ ഇമോഷൻസ്. നമ്മൾ ഒരിക്കലും ഒരു നിർബന്ധമില്ല അദ്ദേഹത്തിന് എപ്പോഴാണ് അപ്പോൾ തോന്നുന്നത് ആ ഒരു ഇമോഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിലും കാണണം എന്നുള്ളത്. ഈവൻ ദ ഇമോഷൻസ് വിച്ച് ആർ നോട്ട് പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ബൈ ദ പോയറ്റ് ക്യാൻ സെർവ് ദ പർപ്പസ് ഓഫ് പോയറ്റ്. നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് ഇമോഷൻസും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും പോയട്രിയിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള ആ ഒരു എസ്സേയിൽ പറയുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് ഞാൻ പിന്നെയും പറയണം. കാരണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതെനിക്കറിയാം. അപ്പോൾ ചോദിക്കാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.